ദീനിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതിൻ്റെ വിധിവിലക്കുകൾ അന്വേഷിക്കുന്നിടത്ത് സ്വഹീഹായ ഹദീസുണ്ടോ ആ വിഷയത്തിൽ എന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ആ വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ത്, ഇസ്ലാമിക ഫിഖ് എന്ത് എന്നവർ അന്വേഷിക്കില്ല. അവർക്കത് ആവശ്യമില്ല, അവരത് തള്ളിക്കളയുന്നവരാണ്. ഇത്തരത്തിലുള്ള ആളുകൾ വളരെ അപകടകാരികളാണ്. എന്താണ് കാരണം? സ്വഹീഹായ ഹദീസ് അതിൽ നിന്നും വളരെ വ്യക്തമായി ഏതൊരു സാധാരണക്കാരനും വായിച്ചെടുക്കാവുന്ന തത്വങ്ങൾ മാത്രമാണ് ഇസ്ലാം എന്ന് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളും അടിത്തറയുമെല്ലാം വളരെ ദുർബലമായി മാറും. കാരണം ഇസ്ലാമിൻ്റെ അടിത്തറ അങ്ങനെയല്ല നിൽക്കുന്നത്. നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിം ഉമ്മത്തിലെ ബസീറത്തുള്ള വളരെ ആഴത്തിൽ വിജ്ഞാനമുള്ള പണ്ഡിതന്മാർ അവർ പഠനവിധേയമാക്കി നിരന്തരം പുനർവിചിന്തനത്തിനും പുനർപഠനത്തിനും പുനരന്വേഷണത്തിനൊക്കെ വിധേയമാക്കി രൂപപ്പെട്ടു വന്ന ഒരു വലിയ വിജ്ഞാന ശാഖയാണ് ഫിഖ്. ആ ഫിഖഹിനെ മാറ്റി നിർത്തിക്കൊണ്ട്, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വിജ്ഞാനങ്ങളെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് വെറും ഹദീസ്, ഖുർആൻ ഇതിൽ നിന്നും പ്രത്യക്ഷത്തിൽ കാണുന്ന വിധിവിലക്കുകൾ മാത്രമേ ഇസ്ലാമുള്ളൂ എന്നൊരാൾക്ക് വരികയാണെങ്കിൽ അയാളുടെ ഇസ്ലാം ദുർബലമാകും. അത് പരലോകത്ത് വിജയിക്കാൻ കഴിയുന്നതാവുകയില്ല. കാരണം അയാൾ എത്ര സ്വഹീഹായ ഹദീസിൽ നിന്നും ലാഹിറായി കിട്ടുന്ന, വളരെ വ്യക്തമായി കിട്ടുന്ന ഹദീസുകൾ, വിധിവിലക്കുകൾ എത്ര ഉണ്ടാവും? ഖുർആനിൽ നിന്ന് വ്യക്തമായി ലഭിച്ച, സംശയരഹിതമായി ലഭിച്ച വിധികൾ എത്ര ഉണ്ടാകും? അത് മതിയാകുന്നതായിരുന്നുവെങ്കിൽ ഉത്തമ നൂറ്റാണ്ടുകളിൽ മദ്ഹബുകൾ രൂപപ്പെടുമായിരുന്നില്ല, ഫിഖ് രൂപപ്പെടുമായിരുന്നില്ല. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലെയും സമൂഹങ്ങളെ മുഴുവൻ സംബോധനം ചെയ്യാവുന്ന വിധത്തിലല്ല അത് നിൽക്കുന്നത്. അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന പൊരുളുകളെ പുറത്തെടുത്തുകൊണ്ട് വളരെ സമ്പുഷ്ടമായ വിധത്തിൽ, സമ്പന്നമായ വിധത്തിൽ ഇസ്ലാമിക വിജ്ഞാനങ്ങളെ സമ്പന്നമാക്കിയ ഇവിടുത്തെ ഫിഖിൻ്റെ വിജ്ഞാനങ്ങൾ അത് കേവലം ഏതെങ്കിലും ഏതാനും ആളുകളുടെ ഗവേഷണമല്ല. നൂറ്റാണ്ടുകളായി ഉമ്മത്തിലെ ഉലമാക്കൾ മുഴുവൻ പണിയെടുത്തിട്ട് രൂപപ്പെട്ടതാണ് ഈ 4 മദ്ഹബുകളുടെ കൈവഴികളിലായി വന്നിട്ടുള്ള മദ്ഹബുകൾ. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഏതാനും സ്വഹീഹായ ഹദീസ് മാത്രം തേടി പോകുന്ന ആളുകൾ, അവർ ഈ കാലഘട്ടത്തിലെ എല്ലാ ദുഷിച്ച ചിന്താഗതികളുടെയും ജാഹിലിയത്തും പേറിയിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് ഈ വിഷയത്തിൽ മാത്രം സ്വഹീഹായ ഹദീസ് നോക്കുന്നതോടുകൂടി അവർ ഈ കാലഘട്ടത്തിലെ എല്ലാ ചാബല്യങ്ങളോടുകൂടി ഏതാനും സ്വഹീഹായ ഹദീസ് കൊണ്ട് അമൽ ചെയ്തവരായി മാറും. അതുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടും സംസ്കാരവും ഒക്കെ ഭൗതികവാദത്തിൽ തന്നെയായിരിക്കും.